ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ സർപ്രൈസ് പോട്ടെന്ന് പറയുന്നത് ഐസ്ലൻഡിലെ ഇസാഫോച്ച്. ഞാൻ ആ പേര് മറന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 360 ഒന്ന് കാണിച്ചാൽ നോക്കെ. തനിയൊരു ഐസ് മരുഭൂമി പോലെ ഉള്ളൊരു പോട്ടാണിത്. ഈ സൈഡ് നോക്കിയേ, ഭയങ്കര രസമുള്ള മലകളാണ്. ഇത് ഫുള്ള് മഞ്ഞ് മൂടും കേട്ടോ. ഇതിന് ഇപ്പോൾ ഭയങ്കര മഞ്ഞില്ല, ഇവിടുത്തെ സമ്മർ സീസണാണ്. അതുകൊണ്ട് മുകളിലൊക്കെ അവിടെ ഇത്തിരിച്ച മണ്ണേ ഉള്ളൂ. കുറേ പേര് റോഡിൽ അവിടെയൊക്കെ ഇപ്പോൾ ഉണ്ട്. കുറേ മീൻപിടുത്ത ബോട്ടുകൾ കിടപ്പുണ്ട് ഇവിടെ അറ്റത്തൊക്കെ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞു ടൗണിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് കുറച്ച് നല്ല ലാൻഡ്സ്കേപ്പ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ഇങ്ങോട്ട് നടക്കുന്നിടത്ത് എന്താ സാധാരണ ഒരു കുറേ കുഞ്ഞു ബിൽഡിങ്ങുകളും അതിൻ്റെ ഇടയ്ക്ക് കൂടി നടന്നു വേറെ ഒന്നുമില്ല. പിന്നെ കൊച്ചു വഴിയോര കച്ചവടക്കാർ, കടക്കാർ, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉള്ളൂ. ഇത് അങ്ങോട്ട് നോക്കിയതാണ് ലാൻഡ്സ്കേപ്പ്. കുറേ പായ്ക്കപ്പലുകളുണ്ട്. ഈ സൈഡ് നോക്കിയേ, ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് ഫുള്ളങ്ങ് മഞ്ഞ് മൂടും. ഇനി ഇപ്പോൾ കുറേ പച്ചപ്പൊക്കെ ഉണ്ട് അടിയിൽ കേട്ടോ. ഒരു വിധമുള്ള മഞ്ഞൊക്കെ മുകളിലത്തെല്ലാം ഉരുക്കി. നല്ല വെയിലാണ് ഇവിടെ. ആ അറ്റത്തെ മലകൾ കുറച്ച് മഞ്ഞാണ്. അവിടെയൊക്കെ കുഞ്ഞു മഞ്ഞ് കട്ടകൾ കിടപ്പുണ്ട്. ഇവിടെ ഒന്നും അധികം മഞ്ഞില്ല. ഇത് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കും, മീൻസ് മഞ്ഞില്ലാതെ കിടക്കുകയാണ്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എന്താ എൻ്റെ നോക്കിയ കുറേ കൊച്ചു ബോട്ടുകൾ, ഒരു കുഞ്ഞരുവി, അതിൻ്റെ ഓപ്പോസിറ്റ് മല. ആ മലയുടെ താഴെ പച്ചപ്പ്, മുകളിലെന്താ ഉണക്കടിച്ച് കിടക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ പ്രത്യേക ഭംഗിയുള്ള മലകൾ. ഇതൊക്കെ വെറൈറ്റിയാണ്. ഓക്കെ, മൊട്ടക്കുന്നൊക്കെ ഇല്ലേ, അത് പിന്നെ ഒരു വേറെ ഐറ്റം. മണ്ണ് കൊണ്ടും കല്ലല്ലെന്ന് തോന്നുന്നു, കട്ടിയുള്ള കല്ലല്ല. ഇവിടെ എല്ലാം മറ്റേ എന്താ പറയുക, എൻ്റെ പേര് ഞാൻ മറന്നു എന്ന് തോന്നുന്നു. പണ്ട് ജോഗ്രഫിയിൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഐസ്ലാൻഡ് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ കാണുന്ന മണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് സ്ലൈഡായി പോകുന്നുണ്ട്. അവിടെ കാണാം മല അവിടെ നിന്നൊക്കെ ലാൻഡ് സ്ലൈഡ് ഒലിച്ചൊലിച്ച് വീഴുന്നുണ്ട്. കണ്ടോ, അതെല്ലാം ലാൻഡ് സ്ലൈഡ് വന്ന സംഭവങ്ങളാണ്. വെളിയിൽ നിന്ന് ഒലിച്ചും കറങ്ങും എല്ലാം കൂടി. കണ്ടോ, ഫുള്ള് ലാൻഡ് സ്ലൈഡ് അടിച്ച് വന്നതാണ് അവിടെ എല്ലാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇതെന്ന് പറയുന്നത്. കുറച്ചുകൂടി നല്ലൊരു വ്യൂ കാണിച്ചു തരാം. എന്താ പറയുക, ഒന്ന് എക്സ്പാൻഡ് ആയിട്ടുള്ള വ്യൂ കണ്ടോ. കണ്ടോ, ഫുള്ള് ഇങ്ങനെയുള്ള മലകളാണ് കേട്ടോ. ആറ്റത്തൊക്കെ മഞ്ഞാണ് നമുക്ക് നോക്കേ. കണ്ടോ, അത് മഞ്ഞാണ്. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ മേഘം മൂടി. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ മലകളൊക്കെ അങ്ങ് മേഘം വന്ന് മൂടും. ഫുള്ള് മലകളും മേഘം വന്ന് മൂടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. മല കൊണ്ട് ആൾക്കാരൊക്കെ അറ്റത്തൊക്കെ പോയിക്കുന്നുണ്ടോ. അവിടെ ആ അറ്റത്തൊക്കെ പോയിക്കാൻ പറ്റും. അങ്ങോട്ട് രസമായിരിക്കും. നമുക്ക് പറ്റുവാണെങ്കിൽ നടന്ന് അങ്ങോട്ട് പോകാം. മടിയാണ് നടക്കാൻ. അപ്പോൾ പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വോൾക്കാനോസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് എനിക്ക് കറക്റ്റ് ദൂരമുണ്ട് ഇവിടുന്ന്. നമ്മൾ ഇന്നിപ്പോൾ പോകുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പോകുമ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ എടുത്തിടാം. ഇന്ന് വോൾക്കാനൊന്നും കാണാൻ പോകുന്നില്ല, പക്ഷേ നമുക്ക് ആ മൗണ്ടൻ്റെ അങ്ങോട്ട് പോകാം. അത് ഭയങ്കര ഒരു പ്രത്യേക രസമുള്ള മലയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന നാട്ടിലൊന്നുമല്ല. മീൻസ് അവിടുത്തെ മലയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരവിടുത്തെ മണ്ണ്, അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഇല്ലേ, അത് നമ്മുടെ അവിടെ കാണുന്ന കണക്കുള്ളൊരു ടൈപ്പല്ല. താഴെ പച്ചപ്പുണ്ട്, കുറച്ച് മരങ്ങളുണ്ട്. മുകളിലോട്ട് പോകുന്നതോറും എന്താ പറയുക, കുറേ കൂടി പ്രത്യേക തരത്തിലെന്തോ ഒരു മണ്ണ്. മീൻസ് നമ്മുടെ അവിടെ തന്നെ കൊള്ളുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊള്ളണക്കല്ലെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തണുപ്പടിച്ചിട്ട് കണ്ടോ, ചുണ്ട് ഫുള്ള് ഡ്രൈ ആയി. അതുകൊണ്ടാണ് നാക്കുടക്കുന്നത് നല്ലതായിട്ട്. ചുണ്ടും ഭയങ്കര നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ വിൻ്റർ ആണെങ്കിൽ പോലും നല്ല തണുപ്പുണ്ട്. അടിച്ചിട്ട് ചുണ്ട് ഡ്രൈ ആയിട്ട് നാക്കുടക്കുന്നുണ്ടല്ലേ. കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ചുണ്ടൊട്ടുമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുകളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ടോപ്പ് കണ്ടോ. അത് മണലാണോ മണ്ണാണോ എന്തോന്ന് എനിക്കറിയാൻ വയ്യ. നമ്മളില്ല പണ്ടൊക്കെ മണൽക്കൂമ്പാരം ഉണ്ടാക്കുമ്പോൾ മുകളിൽ നിന്ന് മണലൊലിച്ച് വരത്തില്ല, അതുപോലെ ഇങ്ങനെ ഒലിച്ച് കിടക്കുകയാണ് അവിടെ. അത് കുറേ ഉരുളങ്കല്ലുകളുണ്ട്, മൺതരികളുണ്ട്, എല്ലാം ഉണ്ട്. മുകളിലത് പാറ പോലെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അത്ര കട്ടി, പാറയുടെ അത്ര കട്ടിയുള്ള സാധനമൊന്നുമല്ല, നല്ല കട്ടി കുറവുള്ളതാണെന്ന് തോന്നുന്നു അതൊക്കെ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ചെറിയ ടൗൺ കാണാം ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ കടകളും അവധിയാണ്. ഇതിൻ്റെ ഒടുക്കത്തെ വിലയായിരിക്കും കേട്ടോ ഇവിടെ. റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പുകളെല്ലാം അവധിയാണ്. റീസൺ ഇന്ന് സൺഡേ ആണ്, ഇന്ന് ഞായറാണ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും നല്ല സമയത്ത് വന്നിറങ്ങിയത്. ഇവിടെ എല്ലാ കടകളും അവധിയാണ്. നമ്മളപ്പം ആ ഒരു മലയുടെ കുറച്ച് പാതി വരെ കയറാൻ പറ്റുന്നുണ്ട്. അവിടെ ആൾക്കാർ നടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ നോക്കാം. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. കാലിയടിച്ച ടൗണുകൾ, കുറേ വണ്ടികൾ മാത്രമുണ്ട് എല്ലായിടത്തും. എൻ്റെ ബാക്കിലും മലയാണ് കേട്ടോ. നേരെ നടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് മല തന്നെയാണ്. ഇവിടെ ഫുള്ള് മലയോട് മലയാണ്. കുറേ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മൊട്ടക്കുന്നുകൾ എന്ന് പറയുമ്പോൾ കുറേ മൊട്ടക്കുന്നുകളും ചിലതൊക്കെ മഞ്ഞൂടി കിടക്കുന്ന മൊട്ടക്കുന്നുകൾ. ഓക്കെ, ഫുള്ള് ഇതേണക്കുള്ള മലയാണ്. അത് ഭയങ്കര അടുത്താണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ ദൂരെയായിട്ട് തോന്നും, പക്ഷെ നല്ല അടുത്താണ്. അതല്ല
നമ്മുടെ നേരെ ഒരു മല കാണുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ദൂരമെങ്കിലും വലിഞ്ഞേറാൻ പറ്റുമോ എന്നുള്ള ആലോചനയിലാണ് ഞാൻ നടക്കുന്നത്. അയ്യാ, ലെറ്റ്സ് ഗോ വാക്ക് ദെയർ ആൻഡ് ലെറ്റ്സ് കം ബാക്ക്. അവിടെ നല്ലൊരു വ്യൂ കാണുന്നുണ്ട്. ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് ലക്ഷ്യം വെച്ച് നമ്മൾ നടക്കുവാണ്. കുറച്ച് നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് കണ്ടിട്ട് തന്നെ ഒരു ഭയങ്കര ഭംഗി തോന്നുന്നുണ്ട്. ഞാൻ കാണിച്ചു ഇവിടുത്തെ ബ്യൂട്ടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്. അന്ന് ഭയങ്കര രസമായിരുന്നു. കാര്യം അന്ന് എന്താ പറയുക, തണുപ്പ് വിൻ്റർ സീസണിൻ്റെ അവസാന സമയമായിരുന്നു. സമ്മർ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ കൂടി മഞ്ഞായിരുന്നു. ഇവിടെ എല്ലാം ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു. എന്നുവെച്ചാൽ മലയാളം താഴെ ഇവിടെ മഞ്ഞില്ല, ഇവിടുത്തെ മഞ്ഞലിഞ്ഞിരുന്നു സ്ഥലങ്ങളിലൊന്നും. അവിടെ ഇവിടെയൊക്കെ ചെറിയ എന്താ പറയുക മീൻസ് റോഡിലൊക്കെ ഐസ് പോലെ ഇങ്ങനെ പറ്റിക്കിടക്കും. വെള്ളം വീണിട്ട് വെള്ളം ഐസായിട്ട് കിടക്കും. മഞ്ഞല്ല, ഐസ്. മഞ്ഞ് മറ്റേ തരിതരി മഞ്ഞല്ല, ഇവിടെ ഐസാണ്. അപ്പോൾ ഈ ഐസ് തറയിൽ ഇങ്ങനെ പറ്റിക്കിടക്കും. അപ്പോൾ അതേ ഉള്ളായിരുന്നു. അല്ലാതെ മലകളിലെല്ലാം മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞിനേക്കാളും കൂടുതൽ ഐസാണ്. ഭയങ്കര കട്ട ഐസ് പോലെയാണ് ഇവിടെ കിടക്കുന്നത്. അയ്യോ, കൂടിയുള്ളൂ. ആ സൈഡിൽ ഞാൻ കാണാം. അതിൻ്റെ ആ ഒരു മലയുടെ ഇടയ്ക്ക് നോക്കി കണ്ടോ, അത് ഐസാണത്, മഞ്ഞല്ല. മഞ്ഞ് ഐസ് കട്ടയായിട്ട് കിടക്കും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഐസ് പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും ഇവിടെ എല്ലാം. അപ്പോൾ നമ്മുടെ വ്യൂ എന്ന് വെച്ചാൽ നേരെ സ്ട്രെയിറ്റ് ഒരു നല്ല വ്യൂ കാണുന്നുണ്ട്. അത് ലക്ഷ്യം വെച്ച് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു പൂച്ചയായിരുന്നു. നോക്കി, ഐസ്ലൻഡിലെ പൂച്ച. വീട്ടിലേ തോന്നുന്നു. ക്യൂട്ടാണ് അവൻ. ആൾക്കാരെ കണ്ട് ശീലമുള്ള പൂച്ച കേട്ടോ. ഹായ്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അവൻ. ആണോ പെണ്ണാണോ, അവനോ അവൾ? അപ്പോൾ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് നേരെ കാണുന്നയാടേ. കുറച്ചുകൂടി നടക്കാറുണ്ട്. ഇവിടെ പള്ളിയുണ്ട് കേട്ടോ, കുഞ്ഞൊരു പള്ളി. നമ്മൾ ബാക്കിയുള്ള എല്ലായിടങ്ങളിലും കണ്ട കണക്ക് ഭയങ്കരമായ പള്ളിയൊന്നുമില്ല. ചെറിയൊരു സിമ്പിൾ പള്ളി. ഷീറ്റൊക്കെയാണ് മുകളിൽ ഇട്ടേക്കുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കൂടുതലും ഇവിടെ തടിയല്ല, ഇവിടെ കറക്റ്റാണ്. എന്താ പറയുക, കണ്ടെയ്നറിൻ്റെ ഷീറ്റാണ് കേട്ടോ ഇവിടങ്ങളിലെല്ലാം ഇട്ടേക്കുന്നത് വീടുകൾ. ഈ ഒരു ഭാഗത്തുള്ള വീടുകളുള്ള എല്ലാ വീടുകളും. അപ്പം ഐസ്ലാൻഡിൻ്റെ ഈ ഒരു സ്ഥലത്തെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പോയിക്കോട്ടെ. ഒന്ന് 360 കറക്കുകയാണ്. ഓക്കെ, ഇടയിൽ ഭയങ്കര രസമാണ്. ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടുള്ള ഇവിടുത്തെ റിയൽ ബ്യൂട്ടി എന്താണെന്ന് കാണുന്നത്. എന്ത് രസമാണ്. ഈ മലയുടെ അവിടെ നിന്ന് ചെറിയൊരു ബീച്ചിൻ്റെ അറ്റവും മല തന്നെ, അറ്റവും മലകൾ തന്നെ. നേരെ സൈഡിലോട്ട് വരുമ്പോൾ നേരെ അടുത്ത മല. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇത് എന്താ പറയുക, നമ്മുടെ കണ്ണിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലേ, കറക്റ്റ് ആ ഒരു 240 വ്യൂ അല്ലെ ഒരു 180 വ്യൂ. ആ ഒരു വ്യൂവിൽ കാണാൻ എന്ത് രസമാണെന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് ആൾക്കാരിങ്ങനെ ഉരുളങ്കല്ലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ആരും ഉണ്ടാക്കി വെച്ചാണ്, അത് തട്ടിമറിക്കണ്ട. ഉള്ള രസമുണ്ട്. അവിടെ ഇരിക്കട്ടെ. അവിടെ കുറേ ഉണ്ട്. അങ്ങോട്ടെല്ലാം തന്നെ ഇങ്ങനെ അടിക്കുന്നതാണ്. കാര്യം ഇവിടെ ഒരുപാട് ഉരുളങ്കല്ലുകളുണ്ട്. ഇത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. കല്ലുകളുണ്ട് കല്ലെടുത്ത്. ഈ ഉരുളങ്കല്ലുകൾ എല്ലാ കല്ലുകളും ഉരുളങ്കല്ലുകളാണ്. സോ ഇതിങ്ങനെ അടിക്കാൻ പൊക്കി വയ്ക്കാൻ പറ്റും. ഭയങ്കര രസമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി, ഐസ്ലൻഡിൻ്റെ ബ്യൂട്ടി. ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കേട്ടോ. ഗൈസ്, നമ്മൾ മലയരം തുടങ്ങി. സ്റ്റെയർ കണ്ടുപിടിച്ച് ഇവിടുന്ന് നടന്ന് നമ്മൾ ആ അറ്റം പോകാൻ പോവാണ്. ഇവിടുത്തെ ഒരു ഓക്കെ. അയ്യോ, കുറച്ച് നടന്നു. എൻ്റെ ക്യാമറയിൽ ചാർജ് നല്ല കുറവാണ്. അതുകൊണ്ട് ഞാൻ തട്ടി വെച്ചു. വെറുതെ നടക്കുന്നതിന് വീഡിയോ എടുക്കാൻ ആയതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റേഴ്സ് ഇവിടെ തുടങ്ങുകയാണ്. ഇവിടുന്ന് കുറച്ച് നടന്ന് മുകളിൽ കയറി അവിടുന്ന് നേരെ സൈഡിലോട്ട് അറ്റം വരെ നടന്ന് അവിടുന്ന് പിന്നെ സ്റ്റേഴ്സാണ്. നല്ല രസം. നോക്കേ, ചെറിയൊരു പാർക്ക് പോലെ പണിഞ്ഞു വെച്ചേക്കുക. പ്രൈവറ്റ് ആണോ എന്ന് അറിയാൻ വയ്യ. നോക്കേ നല്ല രസമല്ലേ. ഇറ്റ്സ് നോട്ട് പ്രൈവറ്റ്, ഐ തിങ്ക്. നോ, ഇറ്റ്സ് നോട്ട്. യു ക്യാൻ ജസ്റ്റ് വാക്ക് ഓൾ ദ വേ അപ്പ്. ഐ തിങ്ക്, ഐ എം നോട്ട് ഷുവർ. നോക്കട്ടെ, ചെറിയ എന്തൊക്കെയോ കുഞ്ഞു പടികളൊക്കെ നല്ല രസമുണ്ട്. ഒരു പാർക്ക് പോലെ ഡെക്കറേറ്റ് ചെയ്ത് കുറേ കൃഷിയൊക്കെ ഉണ്ട്. ഗൈസ്, വഴി തെറ്റിപ്പോയി. ഇതായിരുന്നു വഴി. മറ്റേടത്ത് ഫുള്ള് പോച്ച. ഈ പോച്ച ഇല്ല, അത് വളർന്നിരിക്കുന്നത്. അതുകൊണ്ട് അതുവഴി കയറിപ്പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇതുവഴി കയറി മേളിപ്പോവാം. കണ്ടാ,
അപ്പോൾ നടക്കുകയാണ്. 2 സൈഡ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞൻ ചെടികളാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ നീലപ്പൂക്കളുണ്ട്. ഇടയ്ക്ക് ഡണ്ടേലിയൻസ്, ഇതാണ് ഡണ്ടേലിയൻസ്. ഡണ്ടേലിയൻസ് നമ്മളോട് പാട്ട് കേട്ടിട്ടില്ലേ മറ്റേ ആ പാട്ട്. ഊതിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു. നമ്മളവിടെ അതിൻ്റെ ചെറുത് സ്ഥിരം കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ. സ്കൂളിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണണം. ഇത് ഇവിടെ അതിൻ്റെ കുറച്ചുകൂടി വലുത്. ഓക്കെ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയില്ലേ. ഓക്കെ, അവിടെ ഓക്കെ. ആ മല, അയ്യോ ഉപ്പാട് വരും. ഇന്ന് ഉപ്പാടും പതക്കേടും വരും ഉറപ്പായിട്ട്. ലെഗിന് വർക്കൗട്ട് ചെയ്തു, നേരെ മല കാണാൻ പോകുന്നു. സുഖം. അതെ, നമ്മൾ മുകളിലെത്തി. ഓക്കെ, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല വ്യൂ. ഏറ്റവും ടോപ്പല്ല, ഇനി നമ്മൾ മുകളിലോട്ട് കയറാൻ പോവാ. ഇത് ആദ്യമാണ് നമ്മൾ പടി കയറി പോകുന്നത്. ആ വ്യൂ നോക്കണേ. ഇവിടുന്ന് ഒരു തമ്മനയിൽ എടുത്തിടും അല്ലേ. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന മല. ഫുള്ള് കയറത്തില്ല, അവിടെ ചെറിയൊരു ചാല്, അരുവി, ഒരു തോട്, മലയിൽ വെള്ളം ഒഴുകി പോവാണ്. അവിടെ മലകൾ, എല്ലായിടത്തും മലകൾ. സൂപ്പർ അല്ലേടേ. ഇതാണ് ഐസ്ലൻഡിലെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം.